within another important session of English and you all are doing good. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ? Once again, welcome back to India's first animated live tuition. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ക്ലാസ്സസ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇംഗ്ലീഷിന്റെയും മറ്റ് സബ്ജക്ട്സിന്റെയും ഒക്കെ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. ഇഫ് യു വാണ്ട് ടു ജസ്റ്റ് ഗോ ത്രൂ ദി ചാനൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് 9th നമ്മുടെ ടെക്സ്റ്റ് ഒക്കെ മാറിയില്ലേ? 9th സ്റ്റുഡൻസിന് നമ്മൾ കഴിഞ്ഞ വർഷം വരെ പഠിച്ചുകൊണ്ടിരുന്ന ടെക്സ്റ്റ് അല്ല ഈ വർഷം നമ്മൾ പഠിക്കുന്നത്. സോ ഇറ്റ് ഹാസ് ചേഞ്ച്ഡ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരിക്കും? ക്വസ്റ്റ്യൻസും ഒബ്വിയസ്ലി ചേഞ്ച് ചെയ്യും. അപ്പൊ അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് നിങ്ങളുടെ സ്റ്റെഫ് മിസ് ഇവിടെ വന്നിരിക്കുന്നത്. സോ അവേഴ്സ് ആൻഡ് ഇയേഴ്സ് എന്ന് പറഞ്ഞ ഫസ്റ്റ് യൂണിറ്റിൽ there are 3 chapters. 3 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ആ 3 ചാപ്റ്റേഴ്സിൽ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരേ ഒരു ചോദ്യം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒറ്റ ചോദ്യമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ അധികം വൈകിപ്പിക്കുന്നില്ല, വി ആർ മൂവിങ് ടു ദി ചാപ്റ്റർ. അപ്പൊ ആരായിരുന്നു ആ ഒരു ഫസ്റ്റ് ചാപ്റ്റർ എഴുതിയത് എന്ന് ഓർമ്മയുണ്ടോ? ഹു വാസ് ദാറ്റ്? ദാറ്റ് വാസ് നൺ അതർ ദാൻ ആരായിരുന്നു? നഗീബ് മഹ്ഫൂസ് അല്ലെ. അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈല് നമ്മുടെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. This was the profile. So what is the question that can be asked from this chapter regarding the author? എന്തായിരിക്കും? എന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും അദ്ദേഹത്തെ പറ്റി ചോദിക്കാൻ സാധ്യത? Obviously a profile question, right? So Naguib Mahfouz is born in Old Cairo, Egypt in 1911. We can get hints in the question paper. നമുക്ക് കുറച്ച് സൂചനകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. എന്നിട്ട് നിങ്ങളോട് അതിനകത്തുനിന്ന് ഇതേപോലെ ഒരു പ്രൊഫൈൽ എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും അല്ലെ. അപ്പൊ ഹിൻസ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. പ്രൊഫൈൽ എഴുതാൻ നമുക്ക് എങ്ങനെയാണ് എന്ന് എഴുതാൻ അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രൊഫൈൽ ക്വസ്റ്റ്യൻ. അപ്പം വെരി ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും ഒരു ഓഥറിനെ അല്ലെങ്കിൽ ഒരു പോയിന്റിനെ ഒക്കെ വെച്ചിട്ട് നമ്മളോട് പ്രൊഫൈൽ ക്വസ്റ്റ്യൻ ചോദിക്കും. സോ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ ലൈക്ക് ദിസ്. ഇങ്ങനെ ആയിരിക്കണം എഴുതേണ്ടിയിരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും തരാം. ഹി വാസ് ബോൺ ഇൻ ഓൾഡ് കൈറോ, ഈജിപ്ഷ്യൻ ആണ് എന്നുള്ള കാര്യം തരും. ഈജിപ്ഷ്യൻ സിവിൽ സർവീസിന്റെ പാർട്ടായിരുന്നു എന്നുള്ള കാര്യം തരും. ആൻഡ് അനദർ ഇമ്പോർട്ടന്റ് ഫാക്ട് ഇസ് ദാറ്റ് ഹി വാസ് ദി ഫസ്റ്റ് ഈജിപ്ഷ്യൻ ആൻഡ് ഫസ്റ്റ് അറബ് റൈറ്റർ ടു വിൻ ദി നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിൽ ആദ്യത്തെ നോബൽ പ്രൈസ്, അതായത് ഒരു 2 പൊസിഷൻ കീപ്പ് ചെയ്തിട്ട് നോബൽ പ്രൈസ് റിസീവ് ചെയ്യുന്ന ഫസ്റ്റ് അറബ് റൈറ്ററും ആയിരുന്നു, അതുപോലെ കോൺട്രിബ്യൂഷൻ ഫസ്റ്റ് ഈജിപ്ഷ്യനും ആയിരുന്നു. അങ്ങനെ ലിറ്ററേച്ചറിൽ കോൺട്രിബ്യൂഷൻ കൊടുത്ത ഒരു വ്യക്തിയില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് നഗീബ് മഹ്ഫൂസ്. ഓക്കെ, if you have any doubts regarding just put in the chat box. അപ്പോൾ നമുക്ക് എന്താണ്, അദ്ദേഹത്തിന്റെ കുറെ ഫേമസ് വർക്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം മരിച്ചിരിക്കുന്നത് ഓൺ 13th August 2006 അദ്ദേഹം മരണമടയുന്നത്. അങ്ങനെ കുറച്ച് ഹിൻസ് തന്നിട്ട് നമ്മളോട് ഒരു പ്രൊഫൈൽ എഴുതാൻ വേണ്ടി ചോദിക്കാം. ഇനി നമ്മൾ ജസ്റ്റ് നമ്മുടെ സമ്മറി, ഒരു ചാപ്റ്ററിന്റെ സമ്മറി നമ്മൾ ചെറിയൊരു ആനിമേഷനിൽ കൂടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. I know that you students will be most liking to the animations അല്ലെ. നിങ്ങൾക്ക് അനിമേഷൻസ് കാണുമ്പോൾ കുറെ കൂടി ഒന്നും കൂടി പഠിക്കാനൊക്കെ പറ്റും. അപ്പൊ നമ്മൾ ആ ചാപ്റ്റർ ഒന്ന് വേഗം ഈ അനിമേഷൻ ഒന്ന് പ്ലേ ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. നോക്കിക്കോ, ദ ഫാദർ ആൻഡ് ദ ലിറ്റിൽ ബോയ് ഈസ് എ മേജർ ക്യാരക്ടർ. പ്രധാന കഥാപാത്രം ഇവര് രണ്ടുപേരുമാണ്. അപ്പൊ അതിൽ തന്നെ നമ്മുടെ ലിറ്റിൽ ബോയ് ആണ് മേജർ character. So he is going to the school for the first day. His father is accompanying him. സ്കൂളിലേക്ക് പോകുന്നു. അച്ഛന്റെ കൂടെയാണ് അവൻ സ്കൂളിലേക്ക് പോകുന്നത്. ആ കുട്ടി സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് നമ്മളുടെ ഈ ഒരു കഥയുടെ പ്രധാന ആശയം. അങ്ങനെ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അവൻ ആദ്യമായിട്ട് ഒരു ബോയിനെ ഇതേപോലെ മീറ്റ് ചെയ്യാണ്. ആൻഡ് ഹി ഈസ് ആസ്കിങ് സംതിങ്, ഹു ബോട്ട് യു അല്ലെ, നിന്നെ ആരാ കൊണ്ടുവന്നേ? എന്റെ അച്ഛനാണ് കൊണ്ടുവന്നത് എന്ന് ഇവൻ മറുപടി പറയുമ്പോൾ നമ്മുടെ ആ ലിറ്റിൽ ബോയ് പറയുന്നുണ്ട്, എന്റെ അച്ഛൻ ഓൾറെഡി മരിച്ചു. Then he is meeting another lady over there. അവരുടെ ടീച്ചർ ആവാം, അതുപോലെ വേറെ സ്റ്റുഡൻസ് ഒക്കെ അവനെ അക്കമ്പനി ചെയ്തിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അവരവിടെ കളിക്കുന്നുണ്ട്, കുറെ ഫ്രണ്ട്സിനെ അവന് കിട്ടുന്നുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ സ്കൂളിൽ വളരെ ഹാപ്പി ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ അവിടെ പറയുന്നുണ്ട്. ആൻഡ് അറ്റ് ലാസ്റ്റ് എന്ത് സംഭവിക്കുന്നു? സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് ദ ബോയ് ഈസ് നൗ ഏജ്ഡ് ആയിട്ടുണ്ട്, ഒരു ഗ്രാൻഡ് ഫാദറിലേക്ക് ആയിട്ടുണ്ട്. എന്നിട്ട് എങ്ങോട്ടേക്ക് പോവാണ്? ഹീസ് ബാക്ക് ടു ഹോം അല്ലെ, വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴി അദ്ദേഹം അറിയാതെ തന്നെ അദ്ദേഹത്തിന് പ്രായമായിരിക്കുന്നു, അല്ലെങ്കിൽ എന്താണ്, തന്റെ ഒരു ഓൾഡ് മെമ്മറി പോലെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വഴിയിൽ വെച്ച് ഒരു മിഡിൽ ഏജ്ഡ് മാനിനെ കാണുന്നുണ്ട്. ആൻഡ് ഹി ഈസ് ടോക്കിംഗ് ടു ഹിം. ആൻഡ് ഓൾസോ അറ്റ് ദി എൻഡ് എന്ത് പറ്റുന്നുണ്ട്? റോഡ് ക്രോസ് ചെയ്യാൻ പറ്റാതെ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ ഒരു ചെറിയ കുട്ടി വന്നിട്ട് ഹെൽപ്പ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ക്യാരക്ടറിന് മനസ്സിലാവുന്നത് ഹി ഈസ് now bit old അല്ലെ, അദ്ദേഹം ഒരു ഓൾഡ് മാൻ ആയിട്ടുണ്ട്. That was his younger age's memory. എന്റെ ഒരു സ്കൂൾ ദിനത്തിന്റെ ഓർമ്മയായിരുന്നു അത് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. So yeah, ഓക്കെ, അപ്പൊ ഇതായിരുന്നു ഓവറോൾ നമ്മുടെ ആ ഒരു സ്റ്റോറി അല്ലെ. ആ സ്റ്റോറിയില് ദ ബോയ് വാസ് എ മേജർ ക്യാരക്ടർ. അത് നഗീബ് മഹ്ഫൂസ് ആണോ എന്ന് നമുക്ക് അറിയില്ല അല്ലെ. അദ്ദേഹത്തിന്റെ കഥ തന്നെ ആയിരിക്കാം ഒരു പക്ഷെ, അദ്ദേഹം ആണ് എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ലെങ്കിലും the narrator can be Naguib Mahfouz itself. And the little boy is memorizing എന്താണ്? തന്റെ ആദ്യത്തെ ദിവസം. നിങ്ങളൊക്കെ ആണെങ്കിലും ഓർമ്മയുണ്ടാവും അല്ലെ,
ഓർമ്മയുണ്ടോ നിങ്ങളുടെ ഫസ്റ്റ് ഡേ ഇൻ സ്കൂൾ? എനിക്ക് സ്കൂളിൽ പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ അച്ഛയുടെ കൈയൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു കുട്ടിക്കാലം നമുക്കും ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഇതേപോലെ അവന്റെ ഒരു എക്സ്പീരിയൻസ്, ഒരു എന്താണ് ആ ഒരു എക്സ്പീരിയൻസിന് ഒരു സ്റ്റോറി ആക്കിയിരിക്കുന്ന കഥയാണ് ഹാഫ് എ ഡേ എന്ന് പറയുന്നത്, ഒരു അര ദിവസം അല്ലെ, ഒരു അര ദിവസം എന്നുള്ള അർത്ഥത്തിൽ. സോ അതിനകത്തുനിന്ന് വരാവുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഒരു ഡയറി എൻട്രി അല്ലെ. അന്നത്തെ ദിവസത്തിന്റെ എക്സ്പീരിയൻസസ് എല്ലാം ഒരു ഡയറിയിലേക്ക് ആ കുട്ടി എഴുതുവാണെങ്കിൽ ആ ഡയറി എങ്ങനെ ആയിരിക്കും അല്ലെ? അങ്ങനെ ഒരു ചോദ്യം ചോദ്യ പേപ്പറിൽ വന്നാൽ നല്ലൊരു ചോദ്യം അല്ലേ? ഓക്കെ, അപ്പൊ എന്താണ് ഒരു 6 മാർക്കിന് അല്ലെങ്കിൽ ഒരു 7 മാർക്കിന് അല്ലെങ്കിൽ ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ദി മാർക്ക് ക്യാൻ ബി 6 മാർക്സ് അല്ലെ, കൂടുതലായിട്ട് കണ്ടുവരുന്ന 6 മാർക്കാണ്. അപ്പൊ 6 മാർക്കിൽ ഇതിനകത്ത് നിന്ന് വരുന്ന ഒരു ഡയറി എൻട്രിയുടെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. നോക്കിക്കോ. The narrator was delighted to wear new clothes in the story. Half a day was anxious about his first day at school. He wrote his thoughts and feelings about his first day in his diary that day. Attempt to write it. എന്താണ് question? We can read it once again. The narrator was delighted പറഞ്ഞ എന്താണ്? The narrator പറയുമ്പോൾ the boy itself was so happy. Delighted means so happy to wear new clothes in the story. പുതിയ ഡ്രസ് ഇടാനായിട്ട്, പുതിയ വസ്ത്രം ധരിക്കാൻ അവൻ വളരെ ഹാപ്പി ആയിരുന്നു. ഏത് സ്റ്റോറിയിൽ? ഹാഫ് എ ഡേ എന്ന് പറയുന്ന സ്റ്റോറിയിൽ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ മനസ്സിലായി? ഹാഫ് എ ഡേ എന്ന് പറയുന്ന സ്റ്റോറിയിലെ നറേറ്റർ ആണ് ഇവിടെ ആരായിരിക്കേണ്ടത്? അദ്ദേഹത്തിന്റെ ഒരു ആ ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ് നമുക്ക് മനസ്സിലായി. Was anxious about his first day at school. ഇനി എന്തിനെ പറ്റി എഴുതേണ്ടത്? ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ, ആദ്യത്തെ ദിവസത്തെ പറ്റിയല്ലേ എഴുതേണ്ടത്? അതും ഇവിടെ തന്നിട്ടുണ്ട്. He wrote his thoughts and feelings about his first day in his diary that day. അന്നത്തെ ദിവസം വൈകുന്നേരം അവൻ തന്റെ ഡയറിയിൽ ആ ദിവസത്തെ പറ്റി എഴുതുവാണെങ്കിൽ ആ ഡയറി നിങ്ങൾ എങ്ങനെ എഴുതും? ഇതാണ് ചോദ്യം. Attempt to write it. ഇപ്പൊ നിങ്ങളാണ് ആരായിട്ട് മാറേണ്ടത്? ആ നറേറ്റർ ആയിട്ട് മാറേണ്ടത്. അപ്പൊ നമുക്ക് ചുമ്മാ അങ്ങ് ഡയറി എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 2-3 പോയിന്റ്സ് ഒക്കെ നമ്മൾ ഓർത്ത് വെക്കണം. The important point is that ഒരു ഡയറി എൻട്രി എഴുതുമ്പോൾ the very must thing is that it consists of a date. അതിനൊരു ഡേറ്റ് ഉണ്ടായിരിക്കണം. ആ ഡയറി കണ്ടെയ്ൻ a date അല്ലെ? അപ്പോഴും ആ ഒരു ഡയറി റിലവന്റ് ആവുന്ന എപ്പോഴാണ്? നിങ്ങൾ കേട്ടിട്ട് കാണും, ആൻ ഫ്രാങ്കിന്റെ ഡയറി ഗ്രൂപ്പുകളിലെ ഒരു ഭാഗമൊക്കെ നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇനി പഠിക്കുമായിരിക്കും. ഓക്കെ, അപ്പൊ അത് വളരെ ഫേമസ് ആയതിന് കാരണം എന്താണ്? ആ കാലഘട്ടത്തിൽ അന്നത്തെ ദിവസം ഡേറ്റ് ഇട്ട് വെച്ച് എഴുതിയത് കൊണ്ടാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഒരു ഡയറി ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മിസ് ഔട്ട് ചെയ്യരുതാത്ത പോയിന്റ് ആണ്, it should have a date within the text itself. അത് എഴുതുമ്പോൾ അതിന്റെ ബിഗിനിങ്ങിൽ തന്നെ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇനി എന്താണ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ്? ദാറ്റ് ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ ആൻഡ് എക്സ്പ്രഷൻസ്. നമ്മൾ ആ വ്യക്തിയായിട്ട് ഇരുന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡയറി എഴുതുന്നത്. സോ നമ്മളുടെ ഇമാജിനേഷനും നമ്മളുടെ ക്രിയേറ്റിവിറ്റിയും ഒക്കെ മാർക്സ് സ്കോർ ചെയ്യുന്ന ഒരു റീസൺ ആവാൻ ചാൻസ് ഉണ്ട് അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മളുടെ ഒരു ഇമാജിനേഷനിൽ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റണം ആ കുട്ടിയുടെ ഫീലിങ്സ് എന്തായിരിക്കും, അല്ലെങ്കിൽ ആ കുട്ടി സ്കൂളിലേക്ക് ചെന്നപ്പോൾ അവന് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ അതേ ഫീലിങ്സിൽ, അതേ ഇമോഷൻ വൈസിൽ എഴുതാനായിട്ട് നമുക്ക് പറ്റണം. യു ഷുഡ് റൈറ്റ് ഇറ്റ് as if a really part of the situation. നിങ്ങളും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഡയറി എഴുതാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് written in first person. ഫസ്റ്റ് പേഴ്സണിലായിരിക്കണം അത് എഴുതേണ്ടത്. ഫസ്റ്റ് പേഴ്സൺ മീൻസ് ഐ എന്നുള്ള ആ ഒരു യൂസേജ് ഉണ്ട് അല്ലെ? when I was going to, ഞാൻ എഴുതുന്ന ഡയറിയാണ്, അല്ലാതെ മറ്റൊരാളാണോ എഴുതുന്നത്? അല്ല. സോ there it will be I. okay, യെസ്. എന്താണ്? എന്തായിരിക്കണം? ഐ എന്നുള്ള ആ ഒരു ഫസ്റ്റ് പേഴ്സണിൽ വേണം എന്താവാൻ വേണ്ടിയിട്ട്? ഡയറി എഴുതാൻ വേണ്ടിയിട്ട്. One does not write about things experienced on a daily basis. എന്ത് ചെയ്യരുത്? നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആരെങ്കിലും ഡയറിയിൽ എഴുതി വെക്കോ? എഴുതി വെക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ എഴുതരുത്. ഓക്കെ, ഡെയിലി ബേസിസിൽ എന്നും നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ഡയറിയിൽ മിക്കവാറും എഴുതി വെക്കാം. നമുക്ക് ഓർത്ത് വെക്കേണ്ട, അല്ലെങ്കിൽ നമ്മളെ വളരെയധികം വിഷമിപ്പിച്ച, അല്ലെങ്കിൽ നമ്മളുടെ ഒരു മെമ്മറിയോ, അല്ലെങ്കിൽ നമുക്ക് മറക്കണ്ടെന്ന് തോന്നുന്നതോ, അല്ലെങ്കിൽ നമുക്കൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ വേദനിപ്പിച്ച ഒരു സംഭവമൊക്കെ ആയിരിക്കും നമ്മൾ, ഒരു ഡിഫറൻസ് ഉള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ എന്തിൽ എഴുതാം? ഡയറിയിൽ എഴുതാം. അപ്പൊ ഡെയിലി ബേസിൽ ഞാൻ എന്താണ് രാവിലെ എഴുന്നേറ്റു, പല്ല് തേച്ചു, ഈ വക കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല? ഡയറിയിൽ എഴുതേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് പോയിന്റ്, only matters of some significance are recorded. That is, എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യില്ല? ഡയറി എഴുതാനായിട്ട് പോവില്ല. സോ എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കൻസ് അതിന് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. And last and final point, അതൊരു സീക്രട്ട് റെക്കോർഡ് ആണ്. സീക്രട്ട് റെക്കോർഡ് മീൻസ് എന്താ? നമ്മൾ ഡയറി എഴുതി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതൊരു സീക്രട്ട് റെക്കോർഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് രഹസ്യമായിട്ടൊക്കെ വെക്കും അല്ലെ? നമ്മൾ എല്ലാവർക്കും ഒന്നും വായിക്കാൻ കൊടുക്കില്ല, അത് വായിക്കാൻ ആവശ്യമില്ല. നമ്മൾ ഒരാളുടെ പേഴ്സണൽ ഡയറി ഒരിക്കലും എടുത്ത് വായിക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ അന്ന് തീരത് അത് തന്നെ നമുക്ക് ഇവിടെ പറയാനുള്ളത്. ഒരു ഡയറി എന്ന് പറയുന്നത് ഒരു പേഴ്സണലി അയാൾ മാത്രം വായിക്കാൻ വേണ്ടിയിട്ട് എഴുതുന്നതായതുകൊണ്ട് തന്നെ
അതിനകത്ത് നമ്മൾക്ക് തോന്നുന്ന ഇമോഷൻസും നമ്മളുടേതായിട്ടുള്ള ഫീലിംഗ്സും ഒക്കെ എഴുതാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ എക്സാമിനറിന് വായിക്കുമ്പോൾ തോന്നണം, ഓക്കെ ഈ കുട്ടിയും അതിന്റെ പാർട്ടായിരുന്നു എന്നതുപോലെ ആ ഡയറി എഴുതിയാൽ മാത്രമേ അതിന് 6 മാർക്സ് അല്ലെങ്കിൽ 7 മാർക്സ് ആണെങ്കിൽ അത്രയും കിട്ടുള്ളൂ. അപ്പൊ ഇത്രയും പോയിന്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം. ഒരു ഡയറി എഴുതുമ്പോൾ ഒന്നാമത്തെ കാര്യം അതില് ഡേറ്റ് ഉണ്ടായിരിക്കണം. ആൻഡ് ഓൾ ദീസ് പോയിന്റ്സ് ആർ ഇമ്പോർട്ടന്റ്. ആ സിറ്റുവേഷനിൽ നിങ്ങൾ ആപ്റ്റ് ആയിട്ട് ഉള്ള രീതിയിലുള്ള എക്സ്പ്രഷൻസും അതുപോലത്തെ സെന്റൻസസും യൂസ് ചെയ്യാം. അപ്പൊ ആ കുട്ടിയുടെ കാഴ്ചപ്പാടിലാണ് നമ്മൾ അന്നത്തെ ഡയറി എഴുതുന്നത്. ആൻഡ് എന്താണ് നമ്മളോട് എഴുതാൻ ചോദിച്ചിരിക്കുന്നത് അതിനെ പറ്റി മാത്രമായിരിക്കണം എഴുതേണ്ടത്. ഫസ്റ്റ് ഡേ അറ്റ് സ്കൂളിനെ പറ്റി മാത്രമായിരിക്കണം നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്യേണ്ടത്. അപ്പൊ നമുക്കൊരു ഡയറിയുടെ മോഡലും കൂടി കണ്ടു നോക്കാം. ഓക്കെ, നോക്കിക്കോ. മൺഡേ ജൂൺ 3rd. ഇനി നിങ്ങൾക്ക് വർഷവും കൂടെ എന്ത് ചെയ്യാം, ജസ്റ്റ് ആഡ് ചെയ്ത് വെക്കാം 2024, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇമാജിനേറ്റീവ് ഡേറ്റ് കൊടുത്തേക്കാം. നോക്കിക്കേ, തുടങ്ങുവാണ് കേട്ടോ. Today was the most remarkable day of my life as I embarked on my journey to school with my father by my side. Clutching his right hand tightly, I wore a new dress but could not find joy in it. My mind was heavy with the pain of parting and anxieties. However, my father comforted me, reassuring that this was for my own good. അപ്പൊ ആദ്യത്തെ ഒരു സ്റ്റാർട്ടിംഗിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇന്നത്തെ ദിവസത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ പറയാണ്, ഇന്ന് എന്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു. ഞാൻ എന്റെ അച്ഛന്റെ കൂടെ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോയി. ഓൺ മൈ ജേർണി ടു സ്കൂൾ വിത്ത് മൈ ഫാദർ ഓൺ മൈ സൈഡ്. എന്റെ കൂടെ, എന്റെ അച്ഛന്റെ കൂടെയാണ് ഞാൻ എങ്ങോട്ടേക്ക് പോകുന്നത്. ദ ഫസ്റ്റ് ഡേ ടു ദ സ്കൂൾ, സ്കൂളിലേക്ക് പോകുന്നത് എന്ന് പറയാണ്. ക്ലച്ചിങ് ഹിസ് ഹാൻഡ്സ് ഹോൾഡ് ടൈറ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ, കയ്യിൽ ഇങ്ങനെ ഞാൻ മുറുക്ക പിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, അച്ഛന്റെ കയ്യിൽ ഞാൻ ഇങ്ങനെ മുറുക്ക പിടിച്ചിട്ടുണ്ടായിരുന്നു. ഐ വോർ, ഞാൻ ധരിച്ചിരുന്നത് a new dress but could not find joy in it. ഞാൻ നല്ല പുതിയ ഡ്രസ്സൊക്കെയാണ് ഇട്ടിരുന്നതെങ്കിലും അതിലൊന്നും എനിക്ക് സന്തോഷം തോന്നിയില്ല. കാരണം എന്താണ്, ഫസ്റ്റ് ഡേ ടു സ്കൂൾ. അപ്പൊ അവൻ അതിൻ്റെതായിട്ടുള്ള ടെൻഷനും ആൻസൈറ്റിയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പുതിയ ഡ്രസ് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ അവന് സന്തോഷിക്കാൻ യാതൊരു കാരണങ്ങളും അവൻ കാണുന്നില്ല. മൈ മൈൻഡ് വാസ് ഹെവി വിത്ത് ദ പെയിൻ ഓഫ് പാർട്ടിംഗ് ആൻഡ് ആൻസൈറ്റി. പാർട്ടിംഗ് മീൻസ് എന്താ ഉദ്ദേശിക്കുന്നത്, തന്റെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്നുള്ള ഒരു ബ്രേക്കേജ് അല്ലെ, ഒരു ബ്രേക്കേജ് എന്നൊക്കെയുള്ള അർത്ഥമാണ് പാർട്ടിംഗ്. ആൻസൈറ്റി ഒബ്വിയസ്ലി വാട്ട് ഈസ് ടെൻഷൻ, ഒരു ഭയം, ഫിയർ ഓഫ് അല്ലെ. അപ്പൊ എന്താണ്, തന്റെ അമ്മയുടെയും ആ വീടിന്റെയും അല്ലെങ്കിൽ അച്ഛന്റെ ഒക്കെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറി താൻ പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്നുള്ളതിന്റെ ഒരു വേദന ആർക്കുണ്ട്, നമ്മുടെ ഈ ബോയ്ക്ക് ഉണ്ട്. സോ ഹി ഈസ് സോ ആൻഷ്യസ് അബൌട്ട് ഇറ്റ്. അവൻ അതിനെപ്പറ്റി വളരെ ആൻഷ്യസ് ആണ്. However, my father comforted me. അങ്ങനെയൊക്കെ ആണെങ്കിലും എന്റെ അച്ഛൻ എന്നെ വളരെയധികം കരുതിക്കൊണ്ട് അല്ലെങ്കിൽ എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട്, റീഅഷ്വറിംഗ്, ഉറപ്പ് തന്നു, that this was for my own good. എന്റെ നല്ലതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് അച്ഛൻ എനിക്ക് ഉറപ്പ് തന്നു. As we reached the school campus, എന്താണ്, ഞങ്ങൾ സ്കൂൾ ക്യാമ്പസിലേക്ക് എത്തിയപ്പോ my father left me among a sea of unfamiliar faces. എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, എന്ത്, അകത്തേക്ക് ഒറ്റയ്ക്ക് കയറി പോക്കോ എന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, യു ക്യാൻ ഇൻക്ലൂഡ് ദാറ്റ് ടു. ഇനി അത് കുറച്ച് ഷോർട്ടൻ ആയിട്ട് മിസ് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ എന്താണ്, അകത്തേക്ക് ഇങ്ങനെ വിട്ടിട്ട് എന്ത് ചെയ്യാണ്, അന്ന് ഇനി അവരുടെ കൂടെ ഒന്ന് സിങ്ക് ആയിക്കോ, അവരുടെ കൂടെ ചെലവഴിക്കും, സമയം ചെലവഴിക്കും എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ കയറ്റി വിടുന്നുണ്ട് അല്ലെ. അങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് അവൻ എന്താ കാണുന്നത്, ഒരു സീ ഓഫ് അൺഫെമിലിയർ ഫേസസ് പറഞ്ഞാൽ എന്താ, ഒരു കടലോളം സ്ട്രേഞ്ചേഴ്സ് അല്ലെ, അവൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ യാതൊരു പരിചയവും ഇല്ലാത്ത കുറെ ആളുകൾ അവിടെ ഇങ്ങനെ നിൽക്കാണ്. The gate closed behind us. ഞങ്ങളുടെ പുറകില് ഗേറ്റ് അടച്ചു. And tears erupted from many children. എല്ലാവരുടെയും കണ്ണുകളിൽ നിന്ന് കുറെ കുട്ടികളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, അവിടെ ഇരുന്നിട്ട് കരയാനായിട്ട് തുടങ്ങി. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ്. അപ്പൊ ആദ്യത്തെ ഒരു പോർഷൻ കഴിഞ്ഞു, സ്കൂളിന്റെ ഗേറ്റിൽ എത്തുന്നു, അകത്തേക്ക് കയറുന്നു. അപ്പൊ ഇതിനകത്ത് അത്യാവശ്യം ഇമോഷൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്. അവൻ തന്നെ എഴുതുന്ന രീതിയിൽ ടുഡേ വാസ് എ റിമാർക്കബിൾ ഡേ ഓഫ് മൈ ലൈഫ്. കണ്ടോ, ഫസ്റ്റ് പേഴ്സൺ നറേഷൻ ആണ് വരുന്നത്, ഡേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് എന്താണ്, നമ്മളുടെ ഇമോഷൻസ് വരണം, ഡേറ്റ് ഉണ്ടായിരിക്കണം, ഒപ്പം ആ വ്യക്തി എഴുതുന്നതാണ്, അതിന്റെ ഇമോഷണൽ ആ ഒരു ബാക്കപ്പും കൂടെ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാവണം. ഓക്കെ, ആൻഡ് നോക്കിക്കോ, ഇനി എന്ത് സംഭവിച്ചു, നമ്മൾ അനിമേഷനിൽ കണ്ടതുപോലെ ഒരു ബോയ് അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്തു. ഇവൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന ആരെയാണ്, ആ ബോയിനെയാണ്. അപ്രോച്ച് മീ ഇനീഷ്യേറ്റിംഗ് എ കോൺവെർസേഷൻ. എന്താണ്, എന്നോട് സംസാരിച്ചു, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, അവനോട് സംസാരിച്ചു. ആൻഡ് സൂൺ ആ ലേഡി, പിന്നെ കാണുന്ന ഒരു ലേഡീനെ കാണുന്നുണ്ട്. പിന്നെ അവരുടെ പിന്നാലെ ആര് വരുന്നുണ്ട്, ഗ്രൂപ്പ് ഓഫ് men organized us into lines. The lady who I later learned was my teacher encouraged us, promising that everything was for our own knowledge and development. I decided to embrace the new circumstances and made friends with other boys and girls. എന്താ പറഞ്ഞത്, ആ കണ്ട ലേഡി എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി, അതല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആരാണത്, അതെന്റെ
ടീച്ചറാണ്, ഒപ്പം എനിക്ക് കുറെ ഫ്രണ്ട്സിനെ കിട്ടി. ഇനി ആ ടീച്ചർ ഞങ്ങളെ എൻകറേജ് ചെയ്തു, ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. എന്തിന്? പ്രോമിസ് ചെയ്തു ഞങ്ങളോട്. എന്തിനാണ് പ്രോമിസ് ചെയ്തത്? ദാറ്റ് എവറിത്തിങ് വാസ് ഫോർ അവർ നോളജ് ആൻഡ് ഡെവലപ്മെന്റ്. നിങ്ങളുടെ നന്മയ്ക്കും നിങ്ങൾക്ക് നല്ല അറിവ് കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ടീച്ചർ അങ്ങനെ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് തന്നു എന്ന് കുട്ടി തന്റെ ഡയറിയിൽ എഴുതി, അവൻ എക്സ്പീരിയൻസ് ചെയ്തത് അവൻ എഴുതി വെക്കുകയാണ്. അവൻ എന്ത് ചെയ്തു വന്നിട്ട്, ഐ ഡിസൈഡഡ് ടു എംബ്രേസ് ദ ന്യൂ സർക്കംസ്റ്റൻസസ്. പുതിയ സാഹചര്യത്തോട് ഞാൻ എന്ത് ചെയ്തു? അങ്ങ് ഇഴുകി ചേർന്നു. ആൻഡ് മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് അതർ ബോയ്സ് ആൻഡ് ഗേൾസ്. എനിക്ക് കുറെ ഫ്രണ്ട്സിനെ കിട്ടി. അത് ബോയ്സും ഉണ്ടായിരുന്നു, ഗേൾസും ഉണ്ടായിരുന്നു. നമ്മുടെ ടെക്സ്റ്റിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഐ ഫൗണ്ട് സംവൺ ഹു ഇസ് ക്ലോസ് ടു മൈ ഹാർട്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും ഇതിനകത്ത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. And last and final, to my surprise, my fears and concerns turned out to be unfolded. ഇപ്പൊ എന്റെ പേടിയും അതുപോലെ എനിക്കുണ്ടായിരുന്ന ആ ഒരു സംശയങ്ങളും ഒക്കെ എന്ത് ചെയ്തു? ഇപ്പൊ ഇല്ലാതായിരിക്കുന്നു. I'm so comfortable in school now and I found myself feeling happy. ഇപ്പൊ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. I thank God for this wonderful day. ഇനി ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ അവസാനിക്കുകയാണ്. This is a short diary entry. ഇതിനകത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ചെയ്യാം. എന്തൊക്കെയാണത്? അവൻ അവിടെ ലാംഗ്വേജ് പഠിക്കുന്ന കാര്യം, സോഷ്യൽ സയൻസ് പഠിക്കുന്ന കാര്യം, മാത്സ് പഠിക്കുന്ന കാര്യം, മ്യൂസിക് പഠിക്കുന്ന കാര്യം, അത് നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സ് ഇതിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഡയറി എൻട്രി വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡയറി എൻട്രി ആയിട്ട് മാറും. ഒപ്പം നിങ്ങൾക്ക് 7 മാർക്സിലാണെങ്കിൽ 7 ഔട്ട് ഓഫ് 7 മേടിക്കാൻ പറ്റും, 6ലാണെങ്കിൽ 6ഉം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേറൊരു ചോദ്യത്തിനും കൂടി ആൻസർ ചെയ്യാം. എന്താണ്? യു ക്യാൻ റൈറ്റ് എ ലെറ്റർ ടു യുവർ ഫ്രണ്ട് അല്ലെ. നമ്മുടെ ബോയ് ഒരു ലെറ്റർ തന്റെ ഫ്രണ്ടിന് എഴുതിയാലും ദ കണ്ടന്റ് ഇസ് സെയിം, പക്ഷെ ഫോർമാറ്റിനാണ് വ്യത്യാസം വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ലെറ്റർ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയും മതി. ഉറപ്പായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇത് നിങ്ങളെ ഉറപ്പായിട്ടും നിങ്ങളുടെ ഓണം എക്സാമിന് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്തൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും വരാം. ബൈ, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺഡ് 90+.